നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ സെക്രട്ടറി ട്രഷറർ. പ്രിയപ്പെട്ട BNI മെമ്പേഴ്സ്, ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ നമ്മൾ കണ്ട ചില തെറ്റുകളെ കുറിച്ച് സംസാരിച്ച് നമുക്ക് പ്രസന്റേഷനിലേക്ക് പോകാം. ചില ആൾക്കാർ മൈക്ക് പിടിച്ചപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പിന്നെ പ്രസംഗിക്കാൻ നിന്നത് പോക്കറ്റിൽ കൈയിട്ടിട്ടാണ്. ഞാൻ ആരും ഒന്നും പറയുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു ബിസിനസ് പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് അത് നമ്മുടെ ബിസിനസിനെയും നമ്മുടെ ഗ്രോത്തിനെയും ബാധിക്കും എന്ന് മനസ്സിലാക്കണം. മൈക്ക് പിടിക്കുന്നതിന് കറക്റ്റ് ഒരു ഏരിയ ഉണ്ട്. ചുണ്ടിന്റെ താഴെ താഴെ പിടിച്ചാൽ കുറെ കൂടി പവർഫുൾ ആവും, കുറെ കൂടി എനർജറ്റിക് ആവും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സിമ്പിൾ ആയ കാര്യങ്ങളാണ് എന്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. ഞാനിന്ന് പ്രസന്റേഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പ്രസന്റേഷൻസ് ഉപയോഗിക്കാതെയാണ് നമ്മളിന്ന് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എക്സ്പോയിൽ വന്നു. അപ്പൊ ഇന്ന് കണ്ട വേറെ വിഷയം കൂടി പറഞ്ഞിട്ട് പോട്ടോ. ഒരു പ്രസന്റേഷന്റെ സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു നിന്നാൽ റിയലി ഓക്വേർഡ് പൊസിഷൻ. അത് സദസ് നമ്മളെ കമ്പനി മൊത്തം തെറ്റായി ജഡ്ജ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വോയിസ് ടോൺ ഇല്ലെങ്കിൽ ആൾക്കാർ ഉറങ്ങിപ്പോകും. അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ പരിഹരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അതിന് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു എന്റർപ്രണർ ആണോ ഹി ഷുഡ് അറ്റൻഡ് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം എന്ന് സൂചിപ്പിച്ച് നമുക്ക് ചില വിഷയത്തിലേക്ക് പോകാം. നമ്മളൊരു ബിസിനസ് എക്സ്പോ കണ്ടു. ഞാൻ പിന്നെ നമ്മളെ എക്സ്പോകൾ കാണുന്നതിന് വേണ്ടി മാത്രം ശനിയാഴ്ച കുറച്ച് നേരത്തെ ചെന്ന്, എനിക്ക് പേഴ്സണലി കുറച്ച് തിരക്കുകളുണ്ട്, എല്ലാ ദിവസവും വരാൻ പറ്റില്ല. ഞാൻ ഓരോ സ്റ്റാളിൽ നിന്ന് സ്റ്റാളിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. ചില സ്റ്റാളിലൊക്കെ പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു. നേരെ അവിടെ ചെല്ലുന്നു, സാർ അവിടെ മെമ്പർ. അതാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. വളരെ കുറച്ച് സ്റ്റാളിൽ മാത്രമേ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് ഒന്ന് വിഷ് ചെയ്ത് നമ്മളെ സ്വീകരിച്ചിട്ടുള്ളൂ. എന്താ നിങ്ങളെ അനുഭവം എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയത്. ഒരു പേഴ്സണൽ പരിഗണന പല സ്റ്റാളുകളിലും കിട്ടിയിട്ടില്ല. ഇത് ഒരു ബിസിനസ് എക്സ്പോ ആയിരുന്നു. നമ്മള് എക്സ്പോ നന്നായിരുന്നു, നല്ല ഗ്രാൻഡ് പ്രോഗ്രാം നമുക്കായിരുന്നു. യൂണിഫോം ഇട്ടിട്ടുണ്ട്, ഗുഡ്. നമ്മുടെ ഫൈസൽ പോക്കിന്റെ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ടീഷർട്ട് ഒക്കെ ഇട്ട് നിന്നിട്ട് നമ്മളൊരു ഹോട്ട് ബയർ വരുന്ന സമയത്ത്, ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിഷ് ചെയ്ത് വെൽക്കം ടു കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പവർഫുൾ ആണ്. ചില സ്ഥാപനത്തിലൊക്കെ ചെന്നപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർ ഇങ്ങനെ നടന്നു വരിക, അതിനെ പരിചയപ്പെടുത്തുന്ന ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്. ഒരു കാരണവശാലും കണ്ടിട്ടാവില്ല. നമ്മളൊരാള് വരുന്ന സമയത്ത് ഒരാളവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരാൾ നിൽക്കണം. അതാണ് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് കസ്റ്റമർ വരുന്നത്, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ വരുന്നത്. അപ്പൊ നമ്മള് പിന്നെ സ്റ്റാഫ് അവിടെ ഇരുന്നാലോ, നിന്നവരുണ്ട് കേട്ടോ. നിന്നവരോട് ഞാൻ അപ്രീഷിയേറ്റ്, ഞാൻ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. അവിടെ കണ്ട ചില തെറ്റുകൾ പറയാം. ഇത് നമ്മുടെ ബിസിനസിനെ പരിചയപ്പെടുത്തുന്ന, നമ്മുടെ കമ്പനിയിലെ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മുടെ ബാഡ്ജും സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴുള്ള കോമൺ ആയ മര്യാദകൾ പാലിക്കാതെ പരിചയപ്പെടുത്തിയാൽ അതൊരു മെക്കാനിക്കൽ പരിചയം മാത്രമായിട്ട് മാറും. ഈ എക്സിബിഷൻ കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു പരീക്ഷ നടത്തി. ഒരു BNI മെമ്പറൊന്നും അല്ലാത്ത ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്റ്റാളിൽ എത്ര എണ്ണം നിങ്ങളുടെ മനസ്സിൽ കയറി? 5-10 കയറിയിട്ടുള്ളൂ, ബാക്കിയൊന്നും കയറിയിട്ടില്ല. ഇതാണ് നമ്മുടെ സ്ഥാപനത്തിനും നമ്മൾക്കും ഒക്കെ 3 കാര്യങ്ങൾ ഇല്ലാതായി പോകുമ്പോഴുള്ള പ്രശ്നം. ആ 3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, 1 ആറ്റിറ്റ്യൂഡ് ആണ്, 2 നോളജ് ആണ്, 3 സ്കില്ലാണ്. നോളജ് നമ്മൾ ഉണ്ടാവും വിചാരിക്കുക, നോളജ് ഇല്ലാതെ നമ്മൾ എടുക്കുള്ളൂ. വി ഹാവ് എ സിസ്റ്റം, നോളജ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ആറ്റിറ്റ്യൂഡ്, ഈ നമ്പർ ചോദിച്ച ആൾ എന്താ ചെയ്താൽ ഫുള്ള് ട്രിക്കാ. അയാൾക്ക് വേണ്ടത് എന്താണ്? കുറെ ആൾക്കാരെ നമ്പർ മലയാളിക്കാട് കൊടുക്കണോ, കമ്പനിയെ പരിചയപ്പെടുത്താതെ നമ്പർ കൊടുക്കില്ല. ഇത് തെറ്റായ ആറ്റിറ്റ്യൂഡാണ്. പിന്നെയോ സ്കില്ല് എന്ന് പറയുന്നത്, ഒരാള് വരുമ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് സ്വീകരിച്ച് വെൽക്കം ടു, പിന്നെ സപ്പോസ് പറമ്പാട് സാറിന്റെ സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നു, വെൽക്കം ടു പറമ്പാടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അവിടെ ഞങ്ങൾ ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ ഞങ്ങൾ ഇങ്ങനെ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, അങ്ങനെ ശരിക്കും ഇതിന്റെ സ്റ്റാളിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിന്റെ മുന്നേ സ്റ്റാൾ വെച്ച ആൾക്കാർ എന്ത് വേണമായിരുന്നു അറിയോ? സ്റ്റാളിൽ എങ്ങനെ നമ്മുടെ ടീം പെർഫോം ചെയ്യണമെന്ന് ഒരു പ്രീ ട്രെയിനിങ് കൊടുക്കണമായിരുന്നു. അത് പലർക്കും കൊടുക്കാത്തതുകൊണ്ടാണ് 10 സ്റ്റാളുകൾ മാത്രം ജനങ്ങളുടെ മനസ്സിൽ കയറുന്ന സിറ്റുവേഷൻ വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറ്റി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മൾക്കും നമ്മുടെ സ്റ്റാഫിനും ഒക്കെ കാലോചിതമായ മാറ്റം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കുറച്ച് അങ്ങോട്ട് ഹെഡ് ചെയ്യാനുള്ള സ്കില്ല്, ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല.
ഇതിനൊക്കെ നേതൃത്വം വഹിക്കേണ്ടത് എന്റർപ്രണറാണ്. എന്റർപ്രണർക്ക് മാറ്റം വരുത്താൻ സാധിക്കണം. എന്താണ് എന്റെ ടീമിന്റെ പ്രശ്നം, എന്താണ് എന്റെ ടീമിന്റെ പെയിൻ പോയിന്റ്, എന്താണ് എന്റെ ടീമിന്റെ പെയിൻ പോയിന്റ്, എന്താണ്, എവിടെയാണ് എന്റെ കമ്പനി വീക്കായിരിക്കുന്നത്? ആ വീക്കായ കണ്ണികളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങും നടത്തണം. പല സ്ഥാപനങ്ങൾക്കും ട്രെയിനിങ് നടത്താൻ ഒരു മടി. അതുകൊണ്ട് കൂടിയാണ് ഈ 10% കമ്പനികൾ മാത്രം മനസ്സിൽ ഓർമ്മ വെക്കുന്ന സിറ്റുവേഷൻ വന്നത്. ട്രെയിനിങ് നടത്തിയാലേ നമുക്ക് ചാർജ് ഉണ്ടാവുള്ളൂ ഇടയ്ക്കിടയ്ക്ക്. പിന്നാണെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത് അദ്ദേഹത്തിന്റെ ഇമോഷന്റെ ഭാഗമായി മാറണം. ഇമോഷൻ ക്രിയേറ്റ് എനർജി. ഇതെന്റെ ഭാഗമാണ്, ഇതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഇതെന്റെ ബ്ലഡിന്റെ ഭാഗമാണ്, ഇതെന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്ന് പ്രസന്റ് ചെയ്യുമ്പോഴേ അവ പെർഫോം ചെയ്യുള്ളൂ. അത് നമ്മൾ നടത്തുന്ന എല്ലാ ട്രെയിനിങ്ങിലും പ്രാണിക് ഹീലിംഗ് എനർജിയോട് സിൻക്രണൈസ് ചെയ്യുന്നത് കൊണ്ട് ആ എനർജി ഇമോഷൻസ് ഉണ്ടാവും. പിന്നെ നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ഞാൻ മാനു സാറിന്റെ പിന്നെ അവിടെ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അവിടെ പരിചയപ്പെടുത്തിയ പുതിയ സാധനമൊന്നുമല്ല, അവിടെ പരിചയപ്പെടുത്തിയ ഒറ്റ വാക്കുണ്ടായിരുന്നു, സർട്ടിഫൈഡ് പ്രീ ഓൺ കാർ ഡീലർഷിപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ പവർഫുൾ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആക്സെപ്റ്റൻസ് കൂടും. അപ്പോ പിന്നെ നമുക്ക് ടൈം കൃത്യമായിട്ട് പാലിക്കണമല്ലോ. സോ കേട്ട, ചിന്തിച്ച, പ്രവർത്തിക്കാൻ തീരുമാനിച്ച, അപ്പോ എല്ലാവരും നെഞ്ചത്തൊന്ന് കൈവച്ചോളൂ. ഞാൻ എന്റെ ടീമിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്നും എന്റെ ടീമിന്റെ പെർഫോമൻസ് ഞാൻ ആത്മപരിശോധനക്ക് വിധേയമാക്കുമെന്നും പ്രോമിസ് ചെയ്യുന്നു.